ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇത് ചിക്കൻ അല്ല, മട്ടൺ അല്ല, ബീഫും അല്ല. ഇതൊരു വെജിറ്റേറിയൻ സൈഡ് ഡിഷ് ആണ്. മനസ്സിലായല്ലോ? കുരുമുളകിട്ട സോയാ ചങ്ക്സ് ഫ്രൈ ആണ് ഇത്. ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സൈഡ് ഡിഷ്. അരപാത്രം വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട ശേഷം ഈ പാക്കറ്റിലെ സോയാ ചങ്ക്സ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് സോയാ ചങ്ക്സ് ആണ് ആ പാക്കറ്റിലുള്ളത്. ഇത് 2 മിനിറ്റ് തിളയ്ക്കട്ടെ. പക്ഷെ അത് പൊന്തി വരും, അതുകൊണ്ട് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം. സോയാ ചങ്ക്സിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി പിഴിഞ്ഞ് മാറ്റി വെക്കുക. ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനായി ഒരു ചീനച്ചട്ടി നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ സാദാ ജീരകവും ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ജീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ നല്ലൊരു മണം വരും, അതുവരെ ഇളക്കണം. അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വെക്കുക. തണുത്ത ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവുമ്പോൾ ഒരു സവാള നീളത്തിൽ അരിഞ്ഞതിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. കുറച്ച് ഉപ്പിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. സവാള വഴറ്റുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ചതും കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, വളരെ കുറച്ച് മാത്രം ഉപ്പിടാം. കാരണം സവാളയിൽ ഉപ്പിട്ടിട്ടുണ്ട്, തക്കാളിയിൽ നമ്മൾ ഉപ്പിടുന്നു. സോയാ ചങ്ക്സ് വേവിക്കുമ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞ ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന സോയാ ചങ്ക്സ് ഇടാം. സോയാ ചങ്ക്സ് ഒരു 1/4 വേവായിട്ടുണ്ട്. നല്ലപോലെ കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ആണ്. ഒട്ടും തന്നെ അതിനകത്ത് വെള്ളമില്ല. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചില്ലേ ആ മസാല ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മുഴുവൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എരിവുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത്ര എരിവ് അവർക്ക് കഴിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഒരു 1/4 ഭാഗം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ ഒന്ന് മൊരിഞ്ഞു വരണം, കരിഞ്ഞു പോവരുത്. മസാല എല്ലാം മൊരിഞ്ഞ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇടാം. നമ്മുടെ മറ്റുള്ള പണികളെല്ലാം കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ടാവും. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എനിക്ക് ഇത്തിരി ഉപ്പ് കുറവായി തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര മൊരിച്ചെടുക്കാം. ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്കും കുട്ടികൾക്കും ഈ റെസിപ്പി തീർച്ചയായും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ റെസിപ്പിയുമായി വരാം. താങ്ക്